RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിഫെസ്റ്റേഷൻ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അർജന്റീന ഇസ് കമ്മിങ് ടു കേരള. വെൽക്കം ടു മെസ്സി കേരള എന്ന് ഭയങ്കരമായിട്ട് ഹൈപ്പിൽ ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും അതേപോലെ അർജന്റീനയുടെ ഒഫീഷ്യൽ ഫാൻ പേജുകളിലും അതേപോലെ അർജന്റീന ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ മിന്നി കൊണ്ടിരിക്കുന്ന കമന്റും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കായിക മന്ത്രിയും അതേപോലെ റിപ്പോർട്ടർ ടിവിയുടെ ചാനലിന്റെ ചർച്ചകളിലൊക്കെ ഭയങ്കരമായിട്ട് സജീവമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജന്റീന നവംബറിൽ 10 മുതൽ 18 തീയതിക്കുള്ളിൽ കേരളത്തിൽ വന്ന് കളിക്കുന്നുള്ള കാര്യമൊക്കെ കുറെ ട്രോളുകളും കുറെ ഇതും കിട്ടിയതാണ്. അത് അർജന്റീന ഫാൻസിനും കിട്ടിയതാണ്, അതേപോലെ തന്നെ മെസ്സിക്കും കിട്ടിയതാണ്, അതേപോലെ തന്നെ അടുത്ത കായിക മന്ത്രിക്കും അതേപോലെ റിപ്പോർട്ടർ ടിവിക്കും ഒക്കെ ട്രോളുകൾ കിട്ടിയതാണ്. പക്ഷെ ആ ട്രോളിനൊക്കെ ഒരു മറു പണി എന്ന് പറഞ്ഞ പോലെ നമ്മളടക്കം ചോദിച്ചിട്ടുണ്ട് വരാൻ പറ്റുമെന്ന്. അപ്പോ അതിനുള്ള ഒരു മറുപടി ആയിട്ട് ഇന്ന് കായിക മന്ത്രി മെസ്സി വരട്ടോന്ന് കമന്റിൽ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ട്രോളൊക്കെ മറിക്കോ അടുത്തതായി വരാൻ പോണ ചോദ്യങ്ങളാണ്. മെസ്സി എവിടെ കളിക്കും, ആർക്കെതിരെ കളിക്കും എന്നാണ് മെയിൻ. അർജന്റീന ഏത് ടീമിനെതിരെ കളിക്കും, അതേപോലെ ഏത് ഗ്രൗണ്ട് കേരളത്തില് ഗ്രീൻഫീൽഡിലാണ്. ഇപ്പൊ കൊച്ചിയില് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കും, പക്ഷെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് വരെ ISL വരെ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു പിച്ചിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഗ്രീൻഫീൽഡ്. അപ്പോ നടക്കാൻ പോകുന്ന ഗ്രീൻഫീൽഡിലാണ് ഒരു ഓപ്ഷൻ ഉള്ളത് കളിക്കാൻ. അർജന്റീന ടീം ഇവിടെ നവംബറിൽ വരികയാണെങ്കിൽ കളിക്കാൻ ചാൻസ് ഉള്ളത് ഗ്രീൻഫീൽഡിലാണ്. വരുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അവർ പറഞ്ഞത് ഇനി വരാതിരിക്കാനുള്ള ചാൻസുകളൊക്കെ ഇനിയും ഉണ്ട്. അപ്പൊ അതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അർജന്റീന അവരുടെ ഒഫീഷ്യൽ ആൾക്കാരെ കൊണ്ട് ഇവിടെ അയച്ചിട്ട് ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യും, അവരുടെ അനുയോജ്യമായ പിച്ചാണ് ടെസ്റ്റ് ചെയ്യും. അതേപോലെ ഗ്രീൻഫീൽഡിന്റെ പ്രശ്നം പറഞ്ഞാൽ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. 50,000 കാണികളെ കൊള്ളാവുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പൊ ക്രിക്കറ്റ് സ്റ്റേഡിയം ആകുമ്പോൾ ചുരുങ്ങിയത് ഒരു 5 പിച്ചുകൾ, അവിടെ 5 കൂടുതൽ പിച്ചുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഈ 5 പിച്ചുകൾ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലൂടെ പുല്ല് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിന്നീട് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്നില്ല ഈ പിച്ച് എടുത്തു മാറ്റിയായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, കേരളത്തിലത്തെ ഒരു ലീഗ് ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ 22 തീയതി വരെ ഉണ്ട്. അപ്പൊ അതും കൂടി ആവുമ്പോ വളരെ കുറേ. സെപ്റ്റംബർ 22 എന്ന് പറഞ്ഞാല് ഒക്ടോബർ നവംബർ 10. അപ്പൊ ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് ആ ഒരു സ്റ്റേഡിയം ആ ഒരു പിച്ച് റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ടാസ്കുള്ള കാര്യം തന്നെയാണ്. അതിനി എന്താവും അറിയില്ല. അപ്പൊ എന്താ പറഞ്ഞാല് നമ്മുടെ ഇന്ത്യ കേരളം ഇതൊക്കെയാണ് നമുക്കത് പ്രശ്നം. വേറെ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളെ ചിലപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ത്യയും ചെയ്യാൻ കഴിയായിരിക്കും. അത് നമുക്ക് നോക്കാം. അതിന് ഫണ്ടായിട്ട് ഇന്ത്യ തരണം. ഫണ്ടും കാര്യങ്ങളൊക്കെ ഈ ഇനിയിപ്പോ അതിൽ പ്രശ്നങ്ങൾ വരാന്ന് പറഞ്ഞാല് ക്രിക്കറ്റ് അസോസിയേഷൻ വിട്ടുതരണം ഈ സ്റ്റേഡിയം. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടറിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അത് ഇനി ഫുട്ബോൾ അസോസിയേഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കണം. അതേപോലെ ഈ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും ക്രിക്കറ്റ് അസോസിയേഷനും ഒക്കെ ഇതിൽ പ്രശ്നങ്ങൾ ഒരുപാട് വരാണ്ടില്ല. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ കളിക്കും ഇല്ലെങ്കിൽ ഏതാണ് സ്റ്റേഡിയം കളിക്കാൻ പോകുന്നത്? അപ്പൊ അറിയുന്നവര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. പിന്നെ അടുത്ത ടീം ആരായിരിക്കും ടീം എന്നാണ്? എല്ലാ അർജന്റീന ഫാൻസ്ക്കും ഒറ്റ ടീം മാത്രമുണ്ട്. നമ്മളെ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒറ്റ ടീം കാരണമാണ് ഞങ്ങൾ തോറ്റത്. അത് ആദ്യത്തെ ടീം കാരണമാണ് തോറ്റത്. പക്ഷെ ആ ഒറ്റ തോൽവിയിലാണ് കപ്പെടുത്തത്. അല്ലെങ്കിൽ ചിലപ്പോ അർജന്റീന കഴിഞ്ഞ വർഷം ചിലപ്പോ സെമിഫൈനലിലോ ഫൈനലിലൊക്കെ തോറ്റിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച ടീം എല്ലാവർക്കും മനസ്സിലായി, സൗദിയാണ്. സൗദി സോഷ്യൽ മീഡിയയിൽ തന്നെ വെരി സ്മെസി മെസ്സി. അതേ ട്രോള് ഇപ്പോ കേരള സർക്കാരിന് പറഞ്ഞിട്ട്. അപ്പൊ സൗദിയെ കിട്ടുന്നതാണ് സോഷ്യൽ മീഡിയയില്. അർജന്റീന ഒരുപാട് ആരാധകർ. അപ്പൊ അത് എന്തായാലും അറിയാൻ പറ്റില്ല. അങ്ങനെ കുറെ 5 ടീമുകളിലൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് 2 കളിക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയാണ് ഇപ്പോൾ ആദ്യമായിട്ട് സമീപിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വന്ന് കളിക്കട്ടെ ഓസ്ട്രേലിയ. അപ്പൊ ഓസ്ട്രേലിയക്കാണ് ഇനിയുള്ള ചാൻസ്. അപ്പോ എന്തായിരിക്കും പറയാൻ പറ്റുക. അത് വരും ദിവസങ്ങളിൽ ഇനി ടീം ഫിക്സ് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അവര് വരുന്ന ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യല്, അതേപോലെ ഇവിടുത്തെ അക്കോമഡേഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചാർട്ടൊക്കെ ഇരിക്കട്ടെ, ഇവര് ചിലവര് പറയുന്നുണ്ട് നമ്മുടെ ആൻഡ്രോ ഓഗസ്റ്റിൻ റിപ്പോർട്ട് ടിവിയുടെ അവരാണ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ടിവിയുടെ നെറ്റ്വർക്കാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവരാണ് ഇത് നടത്തുന്നത്, ഈ ഒരു ഇവന്റ് നടത്തുന്നത്. അപ്പൊ ഈ ഇവന്റില് നേരത്തെ 2 കളി നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഓപ്പൺ ബസ്സിൽ 50 കിലോമീറ്റർ. അത് മെസ്സി വരുന്ന പറഞ്ഞത് 50 കിലോമീറ്റർ. നിങ്ങൾ എത്ര സെക്യൂരിറ്റി വേണമെങ്കിൽ കൊടുത്തു, മോഡിക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റി. പക്ഷെ മോഡി അല്ല, ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ 50 കിലോമീറ്റർ എല്ലാം ബസ്സിൽ സഞ്ചരിക്കാന്നാണ് ഒരിക്കലും 1 കോടി ആളുകൾ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരിക്കലും 1 കോടിയല്ല, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വന്നിട്ട് ഈ മെസ്സിനെ കാണാൻ വേണ്ടിട്ട് കേരളത്തിലറിയാലോ റോഡുകളിലൂടെ ആയിരിക്കും ഓപ്പൺ ബസ് സഞ്ചരിക്കുക. ഓപ്പൺ ബസ് റോഡ് കൂടെ തന്നെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോ
എത്ര പേര് എവിടെയൊക്കെ വന്ന് എവിടെയൊക്കെ റോഡ് ബ്ലോക്ക് പ്രശ്നങ്ങളായിരിക്കും. അതൊന്നും നടക്കാൻ പോകുന്നത് ഒരു കളി നടക്കായിരിക്കും. ആ കളി നടന്നിട്ട് അവര് പോകും. ഈ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെ അതിനോട് 3 കളി നടക്കുന്നുണ്ട്. 3 കളിയില് ഒരു കളിയാണ് ഇവിടെ വരുന്നത്. കേരളത്തില് 10-ാം തീയതി മുതൽ 18-ാം തീയതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും അവർക്ക് പിച്ചില്. അതേപോലെ അവര് 2 ദിവസം വന്ന് 2 ദിവസം നിന്ന് വന്നിട്ടൊക്കെയാണ് ആ പിച്ചിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് കളിക്കാറുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മെസ്സി മാത്രല്ല വന്നത്, ടീമാണ് വരുമ്പോൾ. അതും വേറെ കാര്യം കൊണ്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക ചാമ്പ്യന്മാരാണോ അതോ ഇനി 2026 ലോക ചാമ്പ്യന്മാരാവാൻ പോകുന്ന അർജന്റീന ടീമാണോ എന്ന് കൂടി നോക്കണം. എന്താ പറഞ്ഞാല് കുറെ ആൾക്കാരിനെയൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അർജന്റീന 2026 വേണ്ടിയിട്ടും അതിനുശേഷം പുതിയ പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൈക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും പാരഡൈസും ലെസൽസിയോയും പിന്നെയൊക്കെ കുറച്ചുപേരൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയ പുതിയ താരങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അവരെയുള്ള ഒരു ടീമായിരിക്കോ അതോ പഴയ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അതേ ഒരു ടീമാണോ കൊണ്ടുവരുന്നത്? അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മെസ്സി മാത്രല്ല വന്നിട്ടുള്ളത്, വരാൻ പോവാണ്. പക്ഷെ വരികയാണെങ്കിൽ വന്നിട്ടുള്ളത് മെസ്സി മാത്രല്ല. അങ്ങനെ വരുന്ന അർജന്റീനയിലത്തെ ഒന്നാമത്തെ ലെജൻഡ് ആരാണ് വന്നിട്ടുള്ളത്? കേരളത്തിൽ വന്നിട്ടുള്ള മറഡോണയാണ്. മറഡോണ ബോബി ചെമ്മന്നൂരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആള് റിട്ടയർഡ് ആയ ശേഷമാണ് ആളുടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാണ്. ഇതിനു മുമ്പ് അർജന്റീന പക്ഷെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 2011-ലോ 10-ലോ മറ്റായിരുന്നു ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അർജന്റീന ടീം കൊൽക്കത്തയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി അടുത്ത ചോദ്യം എന്താന്ന് പറഞ്ഞാല് കേരളത്തിൽ എത്ര ഫാൻസിന് ബ്ലോക്ക് ആവും? അതൊന്നുമല്ല, ഇത് വേറെ വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് പറഞ്ഞാല് കേരളത്തിൽ എത്ര ഫാൻസിന് ഇപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് മെസ്സിയുടെ ഇപ്പൊ 500 അല്ല 1000 അല്ല 2000 അല്ല 5000 മുടക്കാനും ഒന്ന് പോയി കാണണമെന്ന് അർജന്റീന ഫാൻസിനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും? എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതില് കേരള സ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 50,000 കാണികളില് ഒരു 10,000-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 15,000-20,000 കാണികള് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കുടുംബക്കാര്, അവരുടെ പിന്നിൽ വരുന്ന ആൾക്കാർ, അതേപോലെ ഫിലിം സ്റ്റാർസ്, ഇവിടുത്തെ ഫുട്ബോൾ ലെജൻസ്, അതേപോലത്തെ ഫുട്ബോൾ ഫെഡറേഷന്റെ ആൾക്കാർ, അവരുടെ കുടുംബം, ഇങ്ങനെയൊക്കെ നോക്കുമ്പോ കുറെ പേര് ആ വഴിക്ക് പോകും. സാധാരണക്കാരുള്ളവര് എനിക്ക് തോന്നുന്നത് മിക്കവാറും വീട്ടിലിരുന്ന് TV ലൈവായിട്ട് കാണണേ. അവിടെ പോയിട്ട് അതും കരിഞ്ചന്തയിൽ ഇത് ഒരുപാട് വെളിയിൽ വെക്കും. എന്തായാലും ഈ 1 കോടിയൊക്കെ 1 കോടി മുകളിലാണ് 130 കോടിയാണ് മുടക്കിയിട്ട്. സോറി 1 കോടിയല്ല 130 കോടിയാണ് മുടക്കിയിട്ടാണ് പിന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഡബിൾ ഇത് നമ്മുടെ TV ഇതിലൂടെ ബ്രോഡ്കാസ്റ്റിലൂടെയും അതേപോലെ ഫ്രണ്ട്ലി മത്സരമാണ്. എന്നാലും അർജന്റീന കളിക്ക് ഇപ്പൊ വാല്യൂ ഉണ്ട്. അപ്പൊ 1 കോടി 130 കോടി 130 കോടി മുടക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഡബിൾ 130 കോടി എന്നുള്ളത് 150 കോടിയെങ്കിലും ആക്കിയില്ലെങ്കിൽ ഇവർക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ചിലപ്പോ 200 സംതിങ് കോടി വരെ അവർക്ക് എത്ര മണിയാക്കാം. അതിനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ TV ബ്രോഡ്കാസ്റ്റിലൂടെ, അതേപോലെ ഇവിടുത്തെ ടിക്കറ്റ് വിൽപ്പനയൊക്കെ ഒരുപാട് കരിഞ്ചന്തകളിലും ഒരുപാട് അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ എന്താണ് അതിന്റെ ഒരു കൺക്ലൂഷൻ? ഇനി അതിലൊക്കെ ചാറ്റാൻ വേണ്ടി കുറഞ്ഞ സമയമുള്ളൂ. ഇപ്പൊ തന്നെ ആയി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസത്തോളേ ഉള്ളൂ. ഇതിന്റെ ഇടയിലും ഇതിന്റെ ഒരുപാട് PR വർക്കുകൾ നടക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. ഇനിയും അർജന്റീന ആരാധകരെ അത്ര കണ്ട് ആഘോഷിക്കരുത്, നമ്മൾ കാത്തിരുന്നേ പറ്റും തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഫാൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനുശേഷം മെയിൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പിച്ച്. ഈ അർജന്റീന ഒഫീഷ്യൽസ് വന്ന് പിച്ച് നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം. ഇതേപോലെ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ മാത്രമല്ല, ഒരുപാട് ടീമുകൾ ഇതേപോലെ ഓരോ രാജ്യങ്ങളിൽ കളിക്കാൻ വേണ്ടി ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി പോയിട്ട് കളിക്കാതെ മടങ്ങിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ പിച്ചിന്റെ നിലവാരം, സ്റ്റേഡിയത്തിന്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊക്കെ മടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനി ഈ ചർച്ചകളൊക്കെ ഇനി വരും ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങളിൽ അതിൽ നടന്ന് റെഡി ആവണം. അതേപോലെ വേറൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാല് അർജന്റീനൻ ആരാധകര് ഇപ്പോഴും ഇത് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയാം. എന്താന്ന് പറഞ്ഞാല് ആഗ്രഹിക്കരുത്. നമുക്ക് കാത്തിരിക്കാൻ എന്ന് പറഞ്ഞാല് വല്ലാത്ത കാത്തിരുന്നിട്ടൊക്കെ നമുക്ക് കോപ്പ അമേരിക്കയും വേൾഡ് കപ്പ് ഒക്കെ കിട്ടിയത്. അതേപോലെ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇത്. ചിലപ്പോ നീളാം, അടുത്ത കൊല്ലത്തിലേക്ക് മാറാം. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇത് നടക്കാന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് പീരീഡ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കാത്തിരിപ്പ് ട്രോളുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലും വലിയ ട്രോളുകൾ കിട്ടാനും ചാൻസ് ഉണ്ട് ഇനി. പക്ഷെ ഒരു കളി നടക്കാൻ പോകുന്നത് കേരളയിലായത് ഇത് ഈ ഒരു ഷോർട്ട് പീരീഡ് ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന കളി എന്ന് പറഞ്ഞാൽ അവര് ജനുവരിയിൽ അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. അവർ ജനുവരിയിൽ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ആ സ്റ്റേഡിയത്തിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങോട്ടേക്ക് നടക്കുന്ന കളിക്ക് ഇപ്പൊ കേരളത്തിന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് പീരീഡ് ആണ്. അതേപോലെ ഒരു സ്റ്റേഡിയത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ കണ്ടറിയാം.
ഓരോ അർജന്റീന ആരാധകർ മാത്രമല്ല ഫുട്ബോൾ പ്രേമികൾ ഒന്നായിട്ട് കാത്തിരിക്കുന്നതാണ് അർജന്റീനയും മെസ്സിയും കേരളത്തിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ നമ്മളോട് പറ്റുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.